കോൺഫിഡൻസ് കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ ഒരു കോഴ്സിന് കുട്ടിയെ സംബന്ധിച്ച് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെറിയ ഒരു കാലയളവിൽ കൊണ്ട് നമുക്ക് അവരുടെ ഒരു കരിയറിന്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ഇപ്പൊ ഒരുപാട് എക്സാമ്പിൾസ്, നല്ല രീതിയിലുള്ള എക്സാമ്പിൾസ് നമുക്ക് നിലവിൽ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു 8 വർഷത്തോളമായി ഞാൻ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് കുട്ടികളുടെ ഒരു കരിയറിന്റെ സ്റ്റേജ്, അവരുടെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് പല രീതിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടിയാണത്. കാരണം ഒരു +2 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് കരിയറിനെ പറ്റി വലിയ ധാരണകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചിലർക്ക് പക്ഷെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ഞങ്ങൾക്കിതിനെ ഇന്ന പോലുള്ള ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ ഒരു ഹോട്ടൽ മാനേജ്മെന്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, എനിക്കത് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഒപ്പം തന്നെ ഇതിനോടുകൂടി ഈ ഒരു കോഴ്സിന്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന OJT. ഈ OJT ഇപ്പൊ ക്ലാസ് റൂം ട്രെയിനിങ് അവസാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 3 മന്ത് കോഴ്സ് ആണെങ്കിൽ ഒരു 2 മന്ത് കോഴ്സ് അല്ലെങ്കിൽ 2.5 മന്തിൽ നമ്മളുടെ ക്ലാസ് റൂം ട്രെയിനിങ്ങൾ അവസാനിക്കും. അതിനുശേഷം നമ്മൾ ഈ കുട്ടികളെ OJTയിലേക്കാണ് വിടുന്നത്, ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്കാണ് വിടുന്നത്. കുട്ടിക്ക് ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഈ OJT സമയത്ത് പ്രൊവൈഡ് ചെയ്യാണ്. നല്ല നല്ല കമ്പനികളിലും നല്ല നല്ല ഇതുപോലുള്ള റെസ്റ്റോറന്റ്, ഏതാണോ കുട്ടി പഠിക്കുന്ന കോഴ്സ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്താ പറയാ, GDA പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിലാണ് OJTക്ക് പ്ലേസ് ചെയ്യുക. അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും നല്ല ഹോട്ടൽ നോക്കിയാണ് അവരെ OJTക്ക് കൊണ്ടുപോയി നമ്മൾ. അതുപോലെ ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല ഇപ്പൊ എന്താ പറയാ, നന്നായിട്ട് തന്നെ ലോജിസ്റ്റിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിലാണ് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ OJT കൊടുക്കുന്നത്. മിക്കവാറും ഈ OJT കഴിയുമ്പോൾ തന്നെ ആ കമ്പനികൾ തന്നെ ഈ കുട്ടികളെ അവിടെ തന്നെ അവരുടെ എംപ്ലോയീസ് ആയിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് ഒരു കരിയറിനെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്തൊക്കെ പോയി അത്യാവശ്യം വർക്ക് ചെയ്തിരുന്ന ആളുകൾ വരെ തിരിച്ച് വന്ന് ഈ ഒരു കോഴ്സ്, കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. SSC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ ഏറ്റവും നല്ല സ്വീകാര്യതയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവിടെ വന്ന് കോഴ്സ് പഠിച്ച് അവർക്ക് കുറച്ചും കൂടിയും നല്ല കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അങ്ങനെയും കുട്ടികൾ വന്ന് ഇവിടെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ട് ഒരു ഫസ്റ്റ് ലെവൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ഇത്രയാണ്. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോജക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു ഇൻഫർമേഷൻ താഴെത്തട്ടിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ PASനെ സംബന്ധിച്ച് അവർ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ ശ്രമിക്കുന്ന PAS ആണ് ഒട്ടുമുക്കാലുള്ളത്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്ന് ഞാൻ മുഴുവൻ പറയുന്നില്ല. കാരണം പലപ്പോഴും ഫണ്ടിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ട്രെയിനേഴ്സിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് ചില രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് ഇടപെടുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇതിനകത്തൊരു കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, ഇപ്പൊ പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ, ഒരു തവണ നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ്. അതായത് ഈ ഒരു കോഴ്സ് നമ്മൾ ആധാർ ലിങ്ക്ഡ് ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള ബയോമെട്രിക് പഞ്ചിങ്ങിലൂടെയാണ് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ ഇവർ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു കോഴ്സിലേക്ക് വന്ന് വീണ്ടും ഇപ്പൊ ഞാനിപ്പോ ചില കുട്ടികൾ ഇപ്പൊ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതായത് ഞാനിപ്പോ പഠിച്ചത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അസിസ്റ്റൻസ് ഒരു കോഴ്സ് കഴിഞ്ഞു, എനിക്ക് അത് കഴിഞ്ഞ് വേറൊരു കോഴ്സിലേക്ക് താല്പര്യമുണ്ട്, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. ഒരു കുട്ടിക്ക് ഒരു തവണ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് അവസരം കൊടുക്കുന്നത്. ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ഇപ്പം നമുക്കിപ്പോ പല എക്സ്പീരിയൻസും ഉണ്ട്. ഒരു ഫാമിലിയിലെ ബ്രദർ ഫസ്റ്റ് കുട്ടി പോയി, ആ കുട്ടി കോഴ്സ് പഠിച്ചു, അവർക്ക് ജോലി കിട്ടി, ആ കുട്ടിയുടെ അനിയൻ പോയി, അനിയത്തി പോയി, അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറ്റും. പക്ഷെ ഒരേ കുട്ടിക്ക് തന്നെ ഒന്നിലധികം കോഴ്സുകൾ നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നമുക്കിവിടെ നമുക്കിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴ്സ് ഏകദേശം നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ് വൈൻഡപ്പ് സ്റ്റേജിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ കോഴ്സുകൾ നമുക്കിപ്പം ലിമിറ്റഡ് ആണ്. ഒരുപാട് കോഴ്സുകൾ നമുക്ക് നിലവിൽ ഇല്ല.
ഒരു 11ഓളം ഏജൻസികൾ DDUGKയുടെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കോഴ്സാണ് സാഗർമാല എന്ന് പറയുന്ന പ്രോജക്റ്റ്. സെയിം ഇത് തന്നെയാണ്. DDUGKയും സാഗർമാലയും ഒരേപോലെ പോകുന്ന രണ്ട് പ്രോജക്റ്റുകളാണ്. സാഗർമാല എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. അതായത് കോസ്റ്റൽ മേഖലയിലെ ഈ പറയുന്ന 18നും 35നും ഇടയിൽ, ഇതിന്റെ ഏജ് ഞാൻ സൂചിപ്പിച്ചില്ല, 18നും 35നും ഇടയിലുള്ള യൂത്തിനെയാണ് നമ്മൾ പ്രോജക്റ്റ് പ്രകാരം പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമുക്ക് അധികവും വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ +2 മാക്സിമം ഡിഗ്രി ഒക്കെ കഴിയുന്ന ഒരു ഏജിലുള്ള, കാരണം അവരാണല്ലോ അടുത്തൊരു സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കുന്ന കുട്ടികൾ. പിന്നെ ഇതിനകത്തേക്ക് എനിക്ക് നിങ്ങളോട് നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് വെറുതെ ഒരു സ്കില്ലിംഗ് തരിക, അതായത് നിങ്ങൾക്കൊരു സ്കിൽ ട്രെയിനിങ് തരിക എന്നുള്ളതല്ല ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു നമുക്ക് താല്പര്യമുള്ള ഒരു, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്കീം അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അത് എന്തിനാണ് പഠിക്കുന്നത്? ആ കോഴ്സ് പഠിക്കുന്നത് നമുക്ക് അതുകൊണ്ട് നമ്മളുടെ കരിയറിൽ ഒരു മികച്ച, അത് ചിലപ്പോൾ ഈ കരിയർ നമ്മൾ ജോലി എന്നുള്ളത് മാത്രമല്ല, ആ ഒരു ബേസിൽ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് പഠിക്കാനുള്ള ഒരു അവസരമായിരിക്കും. ഇപ്പൊ ഒരു 3 മന്ത് കോഴ്സ് ഹോട്ടൽ മാനേജ്മെന്റിൽ പഠിച്ച് എവിടെയെങ്കിലും കുറച്ചു നേരം ജോലി ചെയ്ത ഒരു കുട്ടി, അയാൾക്ക് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ല കോഴ്സ് സെലക്ട് ചെയ്ത് കുറേയും കൂടെ ഒരു 1 ഇയർ കോഴ്സോ 2 ഇയർ കോഴ്സോ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോയി ഹയർ സ്റ്റഡീസിന് പോകുന്ന കേസുകളുണ്ട്. അത് നമ്മൾ എലോ ചെയ്യും. പക്ഷെ ഒരു കോഴ്സ് പഠിച്ച് വെറുതെ ചുമ്മാ വീട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും വേറെ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ വേറെ കോഴ്സുകൾക്ക് പോകണമെന്നില്ല, ചുമ്മാ ഇരിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര, ഗവൺമെന്റിനെ സംബന്ധിച്ചായാലും ഇത് നടത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചായാലും, അതായത് ഇംപ്ലിമെന്റിങ് ഏജൻസികളെ സംബന്ധിച്ചായാലും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ PASനെ സംബന്ധിച്ച്, ട്രെയിനിങ് സെന്ററിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് 70% കുട്ടികളെങ്കിലും ജോലിയിൽ കയറ്റി 3 മാസമെങ്കിലും അവർ ജോലി ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റിലെ കുട്ടികൾ പ്ലേസ്ഡ് ആയി എന്ന് നമ്മൾ പറയുള്ളൂ. അതായത് ഒരു കുട്ടി 3 മാസത്തെ കോഴ്സ് പഠിച്ചു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓൺ ജോബ് ട്രെയിനിങ് കഴിഞ്ഞു വന്നു, കുട്ടി ജോലിക്ക് കയറി, ജോലിയിൽ കുട്ടി 3 മാസം തുടർച്ചയായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമാണ് ഈ കുട്ടിക്ക് പ്ലേസ്മെന്റ് ആയി എന്ന് നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഈ കുട്ടിയുടെ എല്ലാ ഡോക്യുമെന്റുകളും നമുക്ക് സബ്മിറ്റ് ചെയ്ത് നമ്മൾ അത് വെരിഫൈ ചെയ്ത് പോയി ഇതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് മാത്രമാണ് ഈ ഏജൻസികളെ സംബന്ധിച്ച് ഈ കുട്ടികളെ പഠിപ്പിച്ച ഒരു ഫണ്ട് അവരിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഘടകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പറ്റാവുന്ന പ്ലേസ്മെന്റുകൾ ഏജൻസികൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. കുടുംബശ്രീയെ സംബന്ധിച്ച്, ജില്ലാ ഓഫീസുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സംസ്ഥാന SRLM എന്ന് നമ്മൾ പറയും, സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുത്ത് ഈ പറയുന്ന ട്രെയിനിങ് സെന്ററുകൾക്ക് കൊടുക്കുക, നല്ല രീതിയിൽ അവരുടെ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവരെ പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുക. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നടക്കുന്നുണ്ടോ, കുട്ടികൾക്ക് കിട്ടേണ്ട എല്ലാ സാഹചര്യവും കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും നീഡി ആയിട്ട് BPL ഫാമിലീസിനെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഉദ്ദേശിക്കുന്നത്. BPL ഫാമിലി എന്ന് പറയുമ്പോൾ റേഷൻ കാർഡ് BPL ആയിട്ടുള്ള ആളുകൾ, അതല്ല എങ്കിൽ കുടുംബശ്രീയിൽ അംഗത്വമുള്ള, തൊഴിലുറപ്പിൽ അംഗത്വം കാർഡുള്ള ഇവരെ എല്ലാമാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് ബെനിഫിഷ്യറീസ് ആയിട്ട്, ഗുണഭോക്താക്കളായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മളിവിടെ AI പോലുള്ള ഏറ്റവും നൂതനമായിട്ട് AI ബിസിനസ് ഇന്റലിജൻസ് അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സുകൾ വരെ നമ്മളിവിടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു പോകുന്നുണ്ട്. പഠിച്ചു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2017 തുടങ്ങി ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ പ്ലേസ്മെന്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിലെ കുട്ടികൾ ഇതിന് പ്ലേസ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. എന്റെ വീട് ചാലക്കുടിയാണ്, ഞാൻ ചാലക്കുടിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വന്ന ഇരിങ്ങാലക്കുട വരെ പോവുള്ളൂ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് എൻ്റെ ഒരു കരിയറിന് വേണ്ടി, എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഒരുപാടൊന്നും അല്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയി നമ്മൾ വർക്ക് ചെയ്യും എന്നുള്ള
ഇതിലെ ചിന്തിക്കുന്ന കരിയറിനെ കുറിച്ച് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല അവസരമാണ് നമ്മൾ ഒരുക്കി തരുന്നത്. അപ്പൊ ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണം. ഈ ഒരു ഇതിനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ നമുക്ക് ഓരോ വെർട്ടിക്കളിലും എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അണ്ടറിലാണ്. അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥനാണ്. നമുക്ക് ദിനേശ് സാർ ആണ് നമ്മളുടെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നമുക്ക് പ്രോജക്റ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അവരും ഡെപ്യൂട്ടേഷൻ സ്റ്റാഫാണ്. നമ്മളുടെ ഇപ്പോൾ ജോയിന്റ് ഡയറക്ടർ പോസ്റ്റിലുള്ള സ്റ്റാഫ് ആയിരിക്കും നമ്മളുടെയൊക്കെ പ്രോഗ്രാം ഓഫീസേഴ്സ്. അതിന്റെ അണ്ടറിൽ നമുക്ക് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. ഓരോ വെർട്ടിക്കലിനും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. അതിന് ശേഷം താഴെ ഇങ്ങോട്ട് ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്. ഡെപ്യൂട്ടേഷൻ പോസ്റ്റ് തന്നെയാണ് അവരും. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സ്, നമ്മൾക്ക് ബ്ലോക്ക് ലെവലിൽ വർക്കുകളെ ഏകീകരിക്കാനായിട്ട് ബ്ലോക്ക് കോർഡിനേറ്റേഴ്സും നമുക്ക് നിലവിലുണ്ട്. അപ്പൊ എന്തൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മളുടെ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് തരത്തിൽ, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് അവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഏതൊക്കെ കോഴ്സുകളാണ് എവിടേക്കാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അവർ പറഞ്ഞു തരും. ഇനി അതും ബുദ്ധിമുട്ടാണ്, നമ്മൾ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവരിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വളണ്ടിയർ എന്ന് പറയുന്ന നമ്മളുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന റിസോഴ്സ് പേഴ്സൺമാരുണ്ട്. അവരോട് ചോദിച്ചാൽ പോലും അവർ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രോജക്റ്റിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു PAs ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാനായിരിക്കും താല്പര്യം. കാരണം കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ അവരാണ്. അവർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അവരുടെ പ്ലേസ്മെന്റിനെ കുറിച്ചും കൃത്യമായിട്ട് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരും. ഓവറോൾ നമ്മളിപ്പം നടത്തിക്കൊണ്ട് പോകുന്ന കോഴ്സുകളെ കുറിച്ച് മാത്രം ഞാനൊന്ന് വേഗം ഒന്ന് സൂചിപ്പിക്കാം. നമുക്കിപ്പോൾ നിലവിലെ സാഗർമാല കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ കൂടിയും നമ്മളിപ്പം എല്ലാ ഭാഗത്തു നിന്നും കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പൊ കോസ്റ്റൽ മേഖലയിലാണ് പ്രോജക്റ്റ് എന്നാൽ കൂടിയും നമ്മൾ മറ്റു മേഖലകളിൽ നിന്നുള്ള കുട്ടികളെയും കൂടി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സാഗർമാല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ ഐഡിയൽ സേവാ സമിതി എന്ന് പറയുന്ന മലപ്പുറത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല ഉള്ളത്, സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ട്രെയിനിങ് സെന്ററുകളാണ്. നമുക്ക് ഏത് കോഴ്സ് എവിടെ വേണമെങ്കിലും ചെന്ന് പഠിക്കാം. മുമ്പ് നമുക്ക് ഡിസ്ട്രിക്ട് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ അതില്ല. അതുകൊണ്ട് നമ്മളുടെ കോഴ്സ് എവിടെയാണോ സെന്റർ ഉള്ളത് അവിടെ പോയി നമുക്ക് പഠിക്കാവുന്ന ഒരു അവസരം നമുക്ക് നിലവിലുണ്ട്. ഇപ്പം യൂണിവേഴ്സൽ എന്ന് പറയുന്ന അവിടെ നമുക്ക് എന്താ PCB അസംബ്ലർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിലവിലുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് എന്ന് പറയുന്ന അത് എറണാകുളത്താണ് സെന്റർ. F&B സർവീസ് സ്റ്റുവേർഡ് എന്നാണ് ആ കോഴ്സിന്റെ. ഇതെല്ലാം അത് 4 month കോഴ്സാണ്. പെൺകുട്ടികൾക്ക് മാത്രമാണ് ആ ഒരു സെന്റർ അവിടെ ഓഫർ ചെയ്യുന്നത്. അതുപോലെ നമസ്തസ്യ സർവീസ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് തന്നെ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. 3.5 മാസത്തെ കോഴ്സാണ്. ഇതിന് SSLC ആണ്. മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോഴ്സുകൾക്ക് +2 ആണ് അടിസ്ഥാന യോഗ്യത പറയുന്നത്. അതുപോലെ തന്നെ അഭയകൽപ്പ എന്ന് പറയുന്ന എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അവിടെ നടക്കുന്നത്. നമ്മൾ തിരിച്ച് DDU-GKVയിലേക്ക് വരുവാണെങ്കിൽ DDU-GKVയിലും ഈ പറയുന്ന അഭയകൽപ്പ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സാണ് അവിടെ നിലവിലുള്ളത്. 3 month കോഴ്സാണ്. ഹോട്ടൽ മാനേജ്മെന്റും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരു അസോസിയേഷൻ ഓഫ് ലേഡി അലീപ്പ് എന്ന് പറയും, കോട്ടയത്താണ്. അവർ മെഡിക്കൽ ഫീൽഡിലാണ് അവരുടെ കോഴ്സ് വരുന്നത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്നാണ് അവരുടെ കോഴ്സിന്റെ പേര്. നിലവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ബാച്ച് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 മാസത്തെ കോഴ്സാണ്. +2 ആണ് അതിന്റെ ബേസിക് യോഗ്യത പറയുന്നത്. അതുപോലെ തന്നെ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വരുന്ന ഒരു കോഴ്സ് നിലവിലുണ്ട്. പിന്നെ ജോസഫ് ശ്രീഹർഷ എന്ന് പറയുന്ന പത്തനംതിട്ടയിലുള്ള ഒരു സെന്ററാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. AI ബിസിനസ് ഇന്റലിജൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അവിടെ പോകുന്നത്. അപ്പൊ ഇത്രയും കോഴ്സുകളാണ് ഏകദേശം നിലവിൽ നമ്മൾ കുട്ടികളെ വേണ്ടത്.
കൂടുതൽ വിവരങ്ങൾ എനിക്ക് തോന്നുന്നു PA യുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ ജോയിൻ ചെയ്ത് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ഓരോ ഏജൻസികളായിട്ട് പരിചയപ്പെട്ട് അവരവരുടെ കോഴ്സുകളെ പ്ലേസ്മെന്റിനെ കുറിച്ചും കുട്ടികളായിട്ടൊന്ന് സംവദിക്കുന്നതായിരിക്കും. അത് ഓക്കെ മാഡം, പ്രത്യേകം നന്ദി കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നോട് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് ട്രെയിനിങ് സെന്ററുകാർക്ക് അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. എനിക്ക് ചെറിയ സംശയം മാഡം വന്നത്, ഇപ്പൊ നമുക്കൊരു ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടി തൃശ്ശൂർ ജില്ലയിലൊരു കുട്ടി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് അല്ലെങ്കിൽ മെസ്സ്, കോഴ്സ് ഫീസ് എല്ലാം കംപ്ലീറ്റ് ഫ്രീ ആണെന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതെ 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 3 മാസത്തേക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. 3 മാസത്തേക്ക് കുട്ടിക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ് അല്ലെ? ഫ്രീ ആണ്. നമുക്ക് ചെല്ലുമ്പോൾ കുട്ടിക്ക് ഹോസ്റ്റൽ സൗകര്യം അവിടെ നിലവിലുണ്ടായിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ആൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റല്, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റല്, സെപ്പറേറ്റ് ഹോസ്റ്റല്, അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് നമുക്കൊരു SOP ഉണ്ട്. ആ SOP പ്രകാരം എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് നമ്മൾ ആ സെന്ററിന് സാങ്ഷൻ കൊടുക്കുക. അത് അപ്പോൾ താമസ സൗകര്യം ഉണ്ടാവും, ഭക്ഷണവും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. 3 നേരം കുട്ടികൾക്ക് ഭക്ഷണം, അതിൻ്റെ ഇടയിൽ ടീ ആൻഡ് സ്നാക്സ് എല്ലാം കൊടുക്കും. അതുപോലെ തന്നെ ട്രെയിനിങ് സെന്ററും ഈ പറയുന്ന താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കുട്ടികളെ ട്രാൻസ്പോർട്ടേഷൻ വരെ ഏജൻസി പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. മിക്കവാറും ഏജൻസികൾ ഈ ട്രെയിനിങ് സെന്ററിനോട് അടുത്ത് തന്നെയായിരിക്കും ഹോസ്റ്റൽ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്യുക. അതല്ലാത്ത കേസുകളാണെങ്കിൽ അവർ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഈ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ടാവും. അതിനുശേഷം ക്ലാസ് റൂം കഴിഞ്ഞ് ഇവർ OJT ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോഴും ഇവരെ സംബന്ധിച്ച് പല ഏജൻസികളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പോയി വരാവുന്ന സ്ഥലങ്ങളിൽ OJT ഏർപ്പാടാക്കി കൊടുക്കും. പക്ഷെ പല കോഴ്സുകളിലും ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അരവിന്ദിലേക്ക് കുട്ടികൾ ഇപ്പൊ നിലവിൽ ബാംഗ്ലൂരാണ് അവർ OJTക്ക് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ അവരുടെ ഫെസിലിറ്റിയും എല്ലാം തന്നെ ട്രെയിനിങ് സെന്റർ തന്നെയാണ് നോക്കുക. പ്ലേസ്മെന്റിലേക്ക് പോയാൽ തന്നെയും പോസ്റ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഓരോ മാസം, അതായത് അത് പല കാറ്റഗറിയാണ്. ജില്ലയ്ക്ക് അകത്താണെങ്കിൽ, ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ, സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ ഒരു മിനിമം എമൗണ്ട് വെച്ച് കുട്ടികൾക്ക് 2-3 മാസം ഇവര് ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഹലോ മാം, ഹലോ മാം, BPL കുട്ടികൾ മാത്രമാണോ ഇതിന്റെ ബെനിഫിഷ്യറീസ് വരുന്നത്? APLക്കാർക്ക് പറ്റില്ല? APLക്കാർക്കാണെങ്കിൽ, APL ആണ് ഫാമിലി എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബശ്രീയിലെ ഒരു അംഗത്തോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിലുറപ്പിലോ അങ്ങനെ എന്തിലെങ്കിലും ഒരു മെയിനായിട്ട് ഈ കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് BPLനെയാണ്. BPL കാറ്റഗറിക്കുള്ള ഒരു കോഴ്സാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും കുടുംബശ്രീ വഴി മൊബിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുടുംബശ്രീയിലുള്ള അംഗത്വമുള്ള ആളുകളാണ് APL ആണ് എന്നുണ്ടെങ്കിൽ, കുടുംബശ്രീ അംഗത്വം ഉണ്ടെങ്കിൽ നമുക്കവരെ എൻറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ മാം, ഓക്കെ. ഫാമിലിയിൽ ആർക്കെങ്കിലും മതി, കുഴപ്പമില്ല. അമ്മയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണോ? അമ്മ കുടുംബശ്രീയിലെ അംഗത്വം, അപ്പൊ അയൽക്കൂട്ടത്തിലെ അംഗത്വമുള്ള ഒരാളാണ് അമ്മ എങ്കിൽ നമുക്ക് അവരുടെ ഒരു അവിടെ നിന്നുള്ള ഒരു ലെറ്റർ വഴി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ സമയത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് മാക്സിമം ഏറ്റവും ചുരുക്കി പറഞ്ഞു തന്നത്. എന്താണ് നിങ്ങൾക്ക് ഉള്ളിൽ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴല്ല ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പം ലാസ്റ്റ് നമ്മൾ നമ്പർ തരാം. നിങ്ങളൊന്ന് വിളിച്ച്, നമ്മളുടെ മൈഗ്രേഷൻ സപ്പോർട്ട് സെന്റർ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ഒരു സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ സപ്പോർട്ട് ചെയ്ത് തരും. ഹലോ മാം. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരോ കട്ടായി പോയി തോന്നുന്നു. അതല്ലെങ്കിൽ അവരുടെ സെപ്പറേറ്റ് പ്രസന്റേഷൻ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള കഴിഞ്ഞതിന് ശേഷം
നമുക്ക് കോമൺ ആയിട്ട് അവസാനം ചോദിക്കാം. എനിക്ക് തോന്നുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ആയിക്കോട്ടെ. 9:30 വൈൻഡപ്പ് ചിലപ്പോൾ ചെയ്യാം. കോഴ്സുകളെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ ചോദിക്കാം എന്നോട്. നമുക്ക് ഏജൻസികളിലേക്ക് പോവാം. ഏറ്റവും ഷോർട്ടായിട്ട് അവതരിപ്പിച്ചാൽ ഉപകാരം കേട്ടോ. നമുക്ക് 9:30 നമ്മുടെ ഹലോ ശരി ശരി മാക്സിമം ഞാൻ പറയാം. നമുക്കിപ്പോ ഏജൻസികൾ ആരൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? UASS ഉണ്ട് മലപ്പുറം. ആ ആ ആ. അഖിലേഷ് അതെ. സംസാരിച്ചോളൂ. ഓക്കെ. ഞങ്ങളുടെ സാഗർമാല പ്രൊജക്റ്റ് ആണ്. ഇപ്പം മേഡം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സമുദ്രതീരം വരുന്ന ജില്ലകൾ, സമുദ്രതീരം വരുന്ന അതായത് കടൽ തീരം വരുന്ന 9 ജില്ലകളുണ്ട്. അതിനകത്ത് ഈ 9 ജില്ലകളിലെ ഏത് പഞ്ചായത്തിൽ നിന്ന് വേണമെങ്കിലും ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ട്രെയിനിങ് സെന്റർ വരുന്നത് മലപ്പുറത്താണ്. അതായത് പ്രോപ്പർ മലപ്പുറം തന്നെയാണ്. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ, ഓഡിബിൾ ആണ് സാർ, കേൾക്കാം. ഓഡിബിൾ ആണ് കേട്ടാ, കേൾക്കാം. ഓക്കെ. ഞാൻ നിൽക്കുന്ന ഒരു ടൗണിലാണ്. അപ്പൊ അത് ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള സൗണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ കോഴ്സിലേക്ക് കിടക്കാം. മലപ്പുറം ടൗണിൽ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് സെന്റർ വരുന്നത്. അപ്പം ഞങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ PCB അസംബ്ലർ എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അതായത് PCB എന്ന് പറഞ്ഞാൽ പ്രിന്റർ സർക്യൂട്ട് ബോർഡ് എന്ന് പറയും. നമ്മുടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉള്ളിൽ ഒരു പച്ച കളറുള്ള ഒരു ചിപ്പ് ഉണ്ട്. അത് അതിന്റെ ഉള്ളിലുള്ള പവർ സർക്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലൂടെയാണ് കൈകാര്യം ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഉള്ളിലുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും TV ആയാലും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. ഇപ്പൊ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിന്റെ CPU ഉള്ളില് ഇതിന്റെയൊക്കെ ഉള്ളിൽ ഈ സംഭവം ഉണ്ട്. അപ്പോ ഇതിന്റെ ഒരു മാനുഫാക്ചറിങ്, പിന്നെ അതിന്റെ ഒരു അസംബ്ലിങ്, മൊത്തത്തിലുള്ള ആ മെഷീന്റെ ഉള്ളിലേക്ക് അസംബിൾ ചെയ്ത് വെക്കുന്ന പ്രോസസ്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് ഉള്ളത്. അപ്പോ അത്യാവശ്യം ഇതിന്റെ മെക്കാനിക് സൈഡും ഇതിന്റെ കൂടെ പഠിപ്പിച്ച് പോകുന്നുണ്ട്. കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 മാസമാണ് മൊത്തത്തിൽ. അതിൽ 3 മാസം ക്ലാസ്സും 1 മാസം ഈ പറഞ്ഞ പോലെ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ക്ലാസ് അവിടെ വെച്ചിട്ട് തന്നെ, അവിടെ ഇത് റെസിഡൻഷ്യൽ കോഴ്സാണ്. അവിടെ വന്ന് താമസിച്ച് പഠിക്കണം. താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റല്, ഫുഡ്, യൂണിഫോം, സ്റ്റഡി മെറ്റീരിയൽ, ലാബ് എല്ലാം തന്നെ മേഡം പറഞ്ഞ പോലെ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം കോഴ്സ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ സെന്ററുകൾ അവർക്കൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്, ജെൻഡർ ഉണ്ട്. അപ്പം നമ്മുടെ ഈ സെന്ററിലേക്ക് തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മുടെ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി യങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന കോഴ്സാണ്. കാരണം ഇതൊരു ടെക്നിക്കൽ കോഴ്സാണ്. എസ്പെഷ്യലി അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയാലേ ഞങ്ങൾക്ക് ഇതിന്റെ പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എംപ്ലോയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പൊ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഈ പദ്ധതി മൊത്തത്തിൽ 18 to 35 വരെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to ഒരു 26 വരെയാണ് നോർമൽ കേസിൽ. പിന്നെ അത്യാവശ്യം നീഡി ആയിട്ടുള്ള ആളാണ്, പൊട്ടൻഷ്യാലിറ്റി ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു 27-28 വയസ്സ് വരെ പരിഗണിക്കും. ഇതാണ് നമ്മുടെ ഒരു ഏജ് കാറ്റഗറി വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഈ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കൊല്ലമായി. ഈ സാഗർമാല വന്നിട്ട് ഒരു ഇപ്പൊ DDUGK വഴി കുറച്ച് പഴയ പ്രൊജക്റ്റ് ആണ്. സാഗർമാല ലോഞ്ച് ചെയ്തിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. അതിനകത്ത് അതായത് നമ്മുടെ കേരളത്തിലേക്ക് ലോഞ്ച് ആയിട്ട് അതിൽ തന്നെ ഒരു 2 വർഷമായി ഈ പറയുന്ന UAS കേരളത്തിൽ വന്നു. അപ്പൊ ഏകദേശം ഒരു 5-6 ബാച്ചുകളോളം പഠിച്ചിറങ്ങിയിട്ടുണ്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ ഞങ്ങൾക്ക് ഉള്ളത് രണ്ട് ബാച്ചുകളോടാണ്. അപ്പൊ ഈ 2 ബാച്ചുകളോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള കമ്മിറ്റ്മെന്റ് ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 2.0 പുതിയതായിട്ട് വരുമ്പോൾ അതെടുക്കും. അതാണുള്ളത്. ഹലോ. ഓക്കെ സാർ, കണ്ടിന്യൂ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അഖിലേഷ്, നിങ്ങളുടെ പ്ലേസ്മെന്റിനെ കുറിച്ചും കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഏജൻസികളും കൂടെ ഉണ്ട്. പ്ലേസ്മെന്റ് ഇപ്പം പ്ലേസ്മെന്റ് വരുന്നത് കേരളത്തിന് പുറത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രി കൂടുതലും കേരളത്തിന് പുറത്താണല്ലോ. കേരളം ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൂടുതൽ പ്ലേസ്മെന്റ് വരുന്നത് ബാംഗ്ലൂര്, ചെന്നൈ,
ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്ലേസ്മെന്റ് വരുന്നത്. പ്രധാനമായിട്ടും ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടംമാതിരി യൂണിറ്റ് ബാംഗ്ലൂരുണ്ട്. അങ്ങോട്ടാണ് കൂടുതൽ പ്ലേസ്മെന്റ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഒരു 14,000 രൂപ എബോവ് തുടക്ക സാലറി, അതായത് തുടക്ക ശമ്പളത്തോടു കൂടി പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുട്ടികളെ. അതായത് നല്ലൊരു സ്കോപ്പുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇത് റയർ ആയിട്ടാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും വളരെ റയർ ആയിട്ടാണ് കേസ് കിട്ടുന്നത്. എന്നാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്കോപ്പുള്ള ഒരു വിഷയമാണ് ഒരു ടെക്നിക്കൽ ആയിരുന്നു. അപ്പം ഇതുവരെ ഞങ്ങൾക്കൊരു 14,000 രൂപ തുടക്ക സാലറിയിൽ പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്ത കുട്ടികൾ ആദ്യ ബാച്ചുകളായിട്ട് കുട്ടികൾക്ക് ഒരു 20,000 രൂപ 25,000 രൂപ വരെ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നല്ല, ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ പുറത്ത് പ്ലേസ്മെന്റ് കഴിഞ്ഞിറങ്ങി ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേറൊരു കോഴ്സ് കൂടെ ഉണ്ടായിരുന്നു, ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ടാർഗറ്റ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടാർഗറ്റ് എക്സിറ്റ് ആയി. ഇനി ഞങ്ങൾക്ക് ഇതിന്റെ 2 ബാച്ചസ് ആണുള്ളത്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി ഒരു ബാച്ച് ഞങ്ങൾ കമൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കമൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു 10 ദിവസം കൂടെ നമ്മൾ അഡ്മിഷൻ എടുക്കും. അതിനുശേഷം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഫ്രീസിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയതായിട്ടുള്ള അഡ്മിഷൻസ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. 10-ാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു 15ഓളം കുട്ടികളായിട്ടുണ്ട്. ഇനിയും ഒരു 15 കുട്ടികളുടെ ആവശ്യകതയുണ്ട്. അത് മൈനോറിറ്റി തന്നെ ആയിരിക്കണം, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ ഇത് റേഷൻ കാർഡ് BPL ആയിട്ടുള്ള കുട്ടികൾ, ഈ കാർഡ് APL ആണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ലെറ്റർ, റേഷൻ കാർഡ് APL ആണെങ്കിൽ കുടുംബശ്രീയുടെ സാക്ഷ്യപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അഡ്മിഷൻ എടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന കുടുംബാംഗമാണെങ്കിൽ അവർക്ക് ആ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ RC കാർഡും ഇതിന്റെ കൂടെ സ്വീകരിക്കും. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ്. പിന്നെ വേണ്ട ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ബേസിക്കലി SSLC ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ഈ പറയുന്ന റേഷൻ കാർഡിന്റെ കോപ്പി, ഒരു 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതാണ് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ SSLC കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ മുതൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വരെ നമ്മുടെ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ. ഹലോ അഖിലേഷ്, അത് നമ്മൾ കൊടുക്കും. അത് ലാസ്റ്റ് നമ്മൾ ഫാദർ വഴി നമുക്ക് അത് ഈ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്ത് പോവാം. നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം. ഇനി എന്റെ കോഴ്സിനെ പറ്റിയിട്ടോ സെന്ററിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി, നമുക്ക് എനിക്ക് തോന്നുന്നു ഫാദർ ഡിസ്കഷൻ നമുക്ക് ലാസ്റ്റിലേക്ക് കൊടുക്കുന്നല്ലേ നല്ലത്, അല്ലെങ്കിൽ സമയം ലേഖായി പോകും. നമുക്ക് അടുത്ത ആൾക്ക് പ്രസന്റ് ചെയ്യാം, അതിനുശേഷം ഡിസ്കഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ. സ്റ്റെർലിംഗ് ഇന്റർനാഷണലിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റെർലിംഗ് ഉണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ. അത് സ്റ്റെർലിംഗ് മൂന്നാറിനായിരുന്നു. നമുക്ക് 2 കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ്. ഒന്ന് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, അതായത് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ്. പിന്നെ വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് കോഴ്സ്. അത് രണ്ടും നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ്. ഇതിന് നമ്മൾ 2 കോഴ്സിനും 3 മാസമാണ് നമ്മൾ ഡ്യൂറേഷൻ വരുന്നത്. 3 മാസത്തിൽ 1 മാസം നിങ്ങൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടാവും. അത് നമ്മുടെ സെന്റർ വരുന്നത് ചിന്നക്കനാൽ, അതായത് മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് സെന്റർ വരുന്നത്. നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു 3 മാസം, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, ആ 3 മാസത്തിൽ OJT ട്രെയിനിങ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് രണ്ടും ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ്. നമ്മുടെ സ്റ്റെർലിംഗ് റിസോർട്ടാണ് നമ്മൾ ഈ കോഴ്സ് എടുത്ത് നടത്തുന്നത്. ഇതിൽ കൂടുതലായിട്ടും നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി കാറ്റഗറിയാണ് കൂടുതലായിട്ടും വേണ്ടി വരുന്നത്. നമുക്ക് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കോഴ്സ് ആയതുകൊണ്ട്, ഒന്ന് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിന് 10th ആൻഡ് എബോവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 10th എങ്കിലും മിനിമം ഉണ്ടാവണം. പിന്നെ ഫ്രണ്ട് ഓഫീസ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് +2 എബോവ് ആണ് വേണ്ടി വരിക. കാരണം രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഒരു എന്താ പറയാ, നമുക്ക് എഡ്യൂക്കേഷനിൽ വെച്ചേക്കുന്നത്.
പിന്നെ ഇത് രണ്ടും നമ്മൾ എന്താ പറയാ ഹോസ്റ്റലിൽ നിന്ന് വേണം പഠിക്കാൻ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ അലവൻസും ഉണ്ടാവും. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു OGT ടൈമിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. പക്ഷേ OGT കഴിഞ്ഞ് നിങ്ങൾ ആ OGT ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി 14+ സാലറിയാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെർലിംഗ് റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പുറമെ നിങ്ങൾക്ക് അക്കോമഡേഷൻ, പിന്നെ അതുപോലെ തന്നെ PF, ESC അങ്ങനത്തെ എല്ലാ അലവൻസും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോൾ BPL റേഷൻ കാർഡ് അതാണ് വേണ്ടി വരിക. പിന്നെ അല്ല BPL റേഷൻ കാർഡ് ഇല്ലെങ്കിൽ കുടുംബശ്രീ ലെറ്റർ, ഫാമിലിയിൽ ആരെങ്കിലും കുടുംബശ്രീയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ CDS ചെയർപേഴ്സന്റെ നിന്നുള്ള കുടുംബശ്രീ ലെറ്റർ, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക തൊഴിലുറപ്പാണെന്നുണ്ടെങ്കിൽ തൊഴിൽ കാർഡ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ക്രൈറ്റീരിയ വരുന്നത്. നമുക്ക് സെന്റർ വരുന്നത് നമ്മുടെ മൂന്നാർ ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ബോയ്സും ഗേൾസും അങ്ങനെ ഇതില്ലല്ലോ? ഇല്ലല്ല, ബോയ്സും ഗേൾസും അതിപ്പോ ആരായാലും കുഴപ്പമില്ല. പക്ഷെ കൂടുതലും ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ബോയ്സും ഗേൾസ് അതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഫ്രണ്ട് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ലാംഗ്വേജ് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഗേൾസിനെ നമുക്കിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗേൾസ് ആണ് കൂടുതലായിട്ട് വേണ്ടി വരിക. പക്ഷെ ബോയ്സ് ഗേൾസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് രണ്ട് കാറ്റഗറി എടുക്കാൻ പറ്റും. പക്ഷെ കൂടുതലും മൈനോറിറ്റി വേണം, അത്രേ ഉള്ളൂ. ഹലോ ഓക്കെ ക്ലിയർ ആണ്. പിന്നെ ഫാദർ, ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഡൊമൈൻ സബ്ജക്റ്റ് ഇപ്പോൾ FNB പഠിക്കുകയാണെങ്കിൽ FNB എന്ന് പറയുന്ന ഡൊമൈനോടൊപ്പം തന്നെ നമ്മൾ ഈ കുട്ടികളെ സോഫ്റ്റ് സ്കിൽസും ഒപ്പം തന്നെ IT സ്കിൽസും ഇവരുടെ സിലബസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും അതുപോലെ കമ്പ്യൂട്ടർ സ്കിൽസ് ഒന്നുകൂടെ കുറച്ചും കൂടെ അവെയർ ആക്കാനുള്ള കോഴ്സ് അതും കൂടെ സിലബസിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് പറയാനായിട്ട് വിട്ടുപോയിരുന്നു. പിന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യം കോമൺ ആണ്, എല്ലാ സെന്ററിനും വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ കോഴ്സ് ആണ്. നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4, അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ BPL റേഷൻ കാർഡ്, അതായത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. BPL റേഷൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ BPL റേഷൻ കാർഡിന്റെ കോപ്പി, കുടുംബശ്രീ ലെറ്റർ, അങ്ങനെ ഏതെങ്കിലും ഈ ഒരു 3-4 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് 100% പ്ലേസ്മെന്റ്. കാരണം നമുക്ക് സ്റ്റെർലിംഗ് റിസോർട്ടിൽ തന്നെ നമുക്ക് 43ഓളം പ്രോപ്പർട്ടീസ്, അതായത് അതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് കേരളത്തിന് പുറത്തായിട്ട്. അപ്പൊ ഇവർക്ക് കോഴ്സ് കഴിഞ്ഞ് ഓൺ ദി ജോബ് ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെർലിംഗിൽ തന്നെയായിരിക്കും പ്ലേസ്മെന്റ് വരുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ അത് OGT കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അതായത് ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിങ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പറയും, അതായത് SSC സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ എക്സാം ഉണ്ട്, നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും കഴിഞ്ഞ് OGT ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SC സർട്ടിഫിക്കറ്റും ഉണ്ട്. ഈ 2 സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 100% പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം നമ്മളത് പറഞ്ഞു തരും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സാലറി കാര്യങ്ങളെല്ലാം ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്താ പറയാ PF, ESI, അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഈ ഒരു കോഴ്സിൽ. ഹലോ ക്ലിയർ ആണ്. നമസ്തസ്യ ഉണ്ടോ? നമസ്തസ്യയുടെ ആരെങ്കിലും ഉണ്ടോ? അഭയകൽപ? മാഡം അഭയകൽപ്പയുണ്ട്. ഓക്കെ, സംസാരിച്ചോ. എൻ്റെ പേര് അഖില സന്തോഷ്. ഞാൻ അഭയകൽപ ടെക്നോളജീസ് എന്ന് പറയുന്ന DDU-GKY ട്രെയിനിങ് സെന്ററിനെ പ്രതിദാനം ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്ത
തൃശ്ശൂർ ജില്ലാ മിഷൻ, അതുകൂടാതെ മൈനോറിറ്റി റൈറ്റ് ഫോറം, അതിന്റെ ഫാദർ, കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ബ്ലോക്ക് കോർഡിനേറ്റർ ജോമി മാഡം, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോഴ്സസ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പത്തടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിനിങ് സെന്റർ പ്രവർത്തിക്കുന്നത്. അഭയകൽപ ടെക്നോളജീസ്, അതായത് തൃശ്ശൂരിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് വരുവാണെങ്കിൽ 1 മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. പത്തടിപ്പാലത്തിനടുത്തുള്ള കിൻഡർ ഹോസ്പിറ്റലിനടുത്താണ് അഭയകൽപ ടെക്നോളജീസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 2 കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മറ്റൊന്ന് ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിഗ്രി പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാം. DDU-GKY പ്രൊജക്റ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആദ്യം തുടങ്ങുന്നത്. സാഗർമാല പ്രൊജക്ട് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. എങ്കിലും DDU-GKY പ്രൊജക്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 4 മാസം ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂജൻ കോഴ്സാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്നൊരു തൊഴിൽ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് വളരെ ശ്രമകരമാണ്. എന്നാൽ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിനകത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ തുടങ്ങിയ സിലബസുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഡിഗ്രി പാസ്സായിരിക്കണം. പഞ്ചായത്ത് ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു പ്രൊജക്റ്റിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലുള്ള കുട്ടികൾക്ക് DDU-GKY പ്രൊജക്റ്റിൽ പഠിക്കാൻ സാധിക്കില്ല. കാരണം ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിൽ നടത്തുന്ന ഗ്രാമപ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കുട്ടികളുടെ പേരൻസ്, ജോലി പൂർത്തിയാക്കിയ പേരൻസ് ഉള്ള അവരുടെ മക്കൾക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ദിവസം ലഭിക്കുന്ന 346 രൂപ ഈ കുട്ടി പഠിച്ചിറങ്ങുന്ന അത്രയും ഡേയ്സുകൾ ആ കുട്ടിക്ക് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ലഭിക്കും എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഉന്നതി എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനം ഈ പ്രൊജക്റ്റിൽ പ്രയോജനപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമതുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതായത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സെക്ടറിൽ വരും. ഹോട്ടൽ മാനേജ്മെന്റ് ഫ്രണ്ട് ഓഫീസ് കോഴ്സാണ്. അതായത് ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ, സ്പോക്കണിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളെല്ലാം കൊടുത്തുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി കുട്ടികൾക്ക് 5 സ്റ്റാർ നിലവാരമുള്ള ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ, അതെല്ലാം അവർക്ക് താല്പര്യം, സർവീസ് സെക്ടറിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ബേസിക് ആയിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ഈ ഒരു ട്രെയിനിങ് സെന്റർ പ്രവർത്തിക്കുകയും പ്ലേസ്മെന്റ് കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. പ്രശസ്തമായിട്ടുള്ള കേരളത്തിനും വെളിയിലുമുള്ള ഹോട്ടലുകളിലാണ് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ട്രാക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കുട്ടികളെ വിളിച്ചിരുന്നു. 3-4 വർഷമായിട്ട് ഈ DDU-GKY പ്രൊജക്റ്റിൽ പഠിച്ച് ഈ ഒരു ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഫ്രണ്ട് ഓഫീസ് കോഴ്സ് പഠിച്ച് വളരെ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന ധാരാളം കുട്ടികളുമായിട്ട് സംസാരിക്കാനിടയായി. അവര് എറണാകുളത്തും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ ജില്ലകളിൽ വർക്ക് ചെയ്യുന്നു. കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവര് 12,000-ൽ 14,000 സ്റ്റാർട്ട് ചെയ്ത് 30,000 രൂപ വർക്ക് ചെയ്യും. അടുത്ത മാസം കുവൈറ്റിൽ പോകാനൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ തന്നെ കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ജോബാണ് ഹോസ്പിറ്റാലിറ്റി മേഖല, അതായത് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കേണ്ട ഈ ഒരു കോഴ്സ് ഷോർട്ട് ടൈം കൊണ്ട് പഠിപ്പിച്ച് നല്ല നിലവാരത്തിലുള്ള രീതിയിൽ പ്ലേസ്മെന്റ് കൊടുക്കാൻ അഭയകൽപ ടെക്നോളജീസിന് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഒരു കോൾ വന്നു. നൌഷീദ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് വിളിച്ചത്. ഡിഗ്രി കഴിഞ്ഞ ആ പെൺകുട്ടി 59,000 രൂപ ഫീസ് കൊടുത്ത് എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. 3 മാസത്തെ കോഴ്സാണ്. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ബജാജ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അവര് വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം, ഈ കോഴ്സിനെ കുറിച്ച് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഫ്രീ ആയിട്ട് ആ കുട്ടിക്ക് അവിടെ വന്ന് പഠിക്കായിരുന്നു. ലോണിലുള്ള എല്ലാ പ്രോസസ്സും തുടങ്ങി ഫീസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും അടച്ചിട്ടാണ് ആ കുട്ടി വന്നത്. ഇതിന്റെ ന്യൂനത എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നില്ല. മൈനോറിറ്റി വിഭാഗത്തിൽ ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യം, അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് വളരെ പ്രശംസനാർഹമാണ്. അപ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ്, സർക്കിളിലുള്ള, ഫാമിലീസിലുള്ള, ചർച്ചിലുള്ള ആളുകളെല്ലാം ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. അപ്പൊ ഈ 2 കോഴ്സുകളാണ് അഭയകൽപ ടെക്നോളജീസ് എറണാകുളത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് താല്പര്യമുള്ള കുട്ടികളോ അവരുടെ ആളുകളോ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വിശദമായ വിവരങ്ങൾ നമ്മുടെ
ഈ പഠനത്തിലെ സിലബസ് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരാം. ഇതിന് വേദി ഒരുക്കി എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു അല്ല. ലീൻ ഉണ്ടോ? ലീൻ ലീൻ ഇല്ല. ഇനി ഏതെങ്കിലും ഏജൻസീസ് PASന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? വിളിക്കാത്ത ആരെങ്കിലും? മാം ഉണ്ട്, ലക്ഷ്മി ആ ദീപ. പറയൂ. പറയൂ ലക്ഷ്മി ദീപ. മാം ഇത് ലക്ഷ്മി ദീപ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെന്റർ ഹെഡ് ആണ്. ഞങ്ങളുടെ സെന്റർ കണ്ണൂരാണ് വരുന്നത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് നമ്മുടെ സെന്റർ. നമ്മളവിടെ 2 കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു കോഴ്സ്, പിന്നെ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ മറ്റൊരു കോഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന് വെച്ചാൽ ഈ ടെലികോം സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ്. പിന്നെ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ ബേസിൽ വരുന്ന കോഴ്സാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ 4 മന്ത് കോഴ്സ്, പിന്നെ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ 3 മന്ത് ആണ് കോഴ്സ് വരുന്നത്. ഞങ്ങള് കോഴ്സ് കഴിഞ്ഞ് അപ്പൊ തന്നെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് റൂം ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾക്ക് 1 മാസം OJT കൊടുക്കും. OJT എന്ന് പറഞ്ഞാൽ ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പൊ ഈ ട്രെയിനിങ് കഴിഞ്ഞ അപ്പൊ തന്നെ കുട്ടികൾക്ക് എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞാൽ SSC പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ പ്ലേസ്മെന്റിൽ നമ്മൾ കേരളത്തിലും പിന്നെ ഔട്ട് ഓഫ് കേരളയിലാണ് കൊടുക്കുന്നത്. കേരളത്തില് പിന്നെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിൽ ഏഷ്യാനെറ്റ്, ജിയോ അങ്ങനെയുള്ള കമ്പനികളിലും, പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ അവിടെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനിയിൽ ആണ് ജോലി കൊടുക്കുന്നത്. കുട്ടികൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ കേരളത്തിൽ 15 ഒക്കെയാണ് കിട്ടുന്നത്, 15,000. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി 80 കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ പഠിച്ച കുട്ടികള് 30 വരെ സാലറി വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അത് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. അവരെ ഈ നമ്മുടെ കോഴ്സ് പ്ലസ് അവര് IT ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നല്ല സാലറിയാണ് അവർ വാങ്ങിക്കുന്നത് ഇപ്പോൾ. പിന്നെ നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ അവരുടെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാല് BPL കാർഡ് വേണം. ഒന്നുകിൽ BPL കാർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ തൊഴിൽ കാർഡ് ഉണ്ടാവണം. ഇതൊന്നും അല്ലെങ്കിൽ CDS കുടുംബശ്രീയിലെ അംഗമായിരിക്കണം. കുടുംബശ്രീയിലെ അംഗമാകുമ്പോൾ പഞ്ചായത്ത് CDSന്റെ ഒരു ലെറ്റർ വാങ്ങിക്കണം കുട്ടി. പിന്നെ നമ്മുടെ കോഴ്സ് മെയിൻ ഡൊമൈനിന്റെ കൂടെ കമ്പ്യൂട്ടർ, സോഫ്റ്റ് സ്കില്ല് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് സ്കില്ല് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോഫ്റ്റ് സ്കില്ലും ഇംഗ്ലീഷും. പിന്നെ പിന്നെന്താണ്, പിന്നെ നമ്മൾ കുട്ടികൾ നേരത്തെ മാം ബാച്ച് ഇപ്പൊ പറഞ്ഞ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയൂ. നമ്മള് നെക്സ്റ്റ് വീക്കിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യന്റെ ഒരു ബാച്ച് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് മൈനോറിറ്റി മാത്രമേ വേക്കൻസി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികൾ അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ OBC ജനറൽ ആണെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൈനോറിറ്റി മാത്രമാണ് നമ്മൾക്ക് വേക്കൻസി ഉള്ളൂ ഇനി. അപ്പോ മാമിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീക്കിൽ തന്നെ ബാച്ച് തുടങ്ങാൻ പറ്റുമായിരുന്നു. നമ്മളെ ഒരുപാട് മൊബിലൈസേഷൻ ക്യാമ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഒരുപാട് മൊബിലൈസേഷൻ ക്യാമ്പ് നമ്മളെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ആൾക്കാർ അങ്ങനെ കിട്ടുന്നില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ഇത് പലരും അറിയുന്നില്ല ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് എന്നുള്ളത്. ശരിക്കും കുട്ടികൾക്ക് നല്ലൊരു അവസരമാണ്. 1 രൂപ പോലും ചെലവില്ലാതെ നല്ലൊരു കോഴ്സ് ചെറിയ കാലയളവിൽ പഠിച്ചിറങ്ങുക, നല്ല പ്ലേസ്മെന്റ് കിട്ടും. പക്ഷേങ്കിൽ ഇതൊന്നും പലരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ മാം, ഇതൊക്കെയാണ്. ശരി, നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ആൺകുട്ടികളാണ് മാം വേണ്ടത്. ആൺകുട്ടികളാണ് വേണ്ടത് അല്ലെ? അതെ പെൺകുട്ടികളല്ല, അതെ. ആൺകുട്ടികളാണ് എടുക്കുന്നത്. ഇല്ല. നമ്മുടെ റെസിഡൻഷ്യലാണ്. അവിടെ തന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ. ഫുഡ് അക്കോമഡേഷൻ സെന്ററിൽ അവിടെ തന്നെയാണ്. കുടുംബശ്രീന്റെ ചേച്ചിമാരാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. റെസിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അവിടെ താമസിച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. ഇനി ഏതെങ്കിലും PAs ഉണ്ടോ? ട്രെയിനിങ് സെന്റേഴ്സ് ആരെങ്കിലും ഇനി പറയാനുണ്ടോ? എനിക്ക് നമസ്തസ്യ ജോയിൻ ചെയ്തു എന്നാണ്. ഹലോ. ഹലോ, ആരാണ്? ഹലോ മാം, അരവിന്ദ് എന്നായിരുന്നു. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ അരവിന്ദ് ലിമിറ്റഡിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന മൊബിലൈസറാണ് സംസാരിക്കുന്നത്.
വളരെ ആധികാരികമായിട്ട് ഈ പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ DPM വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ പദ്ധതിയെ കുറിച്ച് എടുത്ത് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനുശേഷം ഉടനെ വന്ന എല്ലാ മൊബിലൈസർമാരും കൃത്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നും കോഴ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡൊമൈനെ കുറിച്ച് മാത്രം കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. അരവിന്ദ് ലിമിറ്റഡ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തത് ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ആണ്. ഇതിന് യോഗ്യത എന്ന് വെച്ചാൽ +2 ആണ്. അപ്പോൾ 3 മന്താണ് ഇതിന്റെ ഡ്യൂറേഷൻ. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖല നമ്മൾ കേരളത്തിൽ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 1-2 വർഷത്തിന്റെ ഒരു പിന്നോട്ട് നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണാം. കാരണം അനുദിനം എന്താ പറയണ്ടേ, ഈ ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആകുന്ന ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലായിരിക്കും. അപ്പോൾ ഏറ്റവും സാധ്യത വരുന്ന ഒരു കോഴ്സാണ് ഈ വരുന്ന ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ്. അപ്പോൾ +2 കഴിഞ്ഞ ഏത് പെൺകുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ മൈനോറിറ്റി സെക്ടറിലാണ് ഈ വരുന്ന ബാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മാസം ലാസ്റ്റോട് കൂടി ഒരു ബാച്ച് ക്രിയേറ്റ് ആവുന്നുണ്ട്. പാലാരിവട്ടത്താണ് നമ്മുടെ സെന്റർ വരുന്നത്. റെസിഡൻഷ്യൽ ആയതുകൊണ്ട് അവിടെ നിന്ന് താമസിച്ച് പഠിക്കാനും എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നിലവിൽ മുന്നേ ഉള്ള ബാച്ചുകളിൽ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ ഇപ്പോൾ OJTയിൽ ബാംഗ്ലൂരുണ്ട്. കുറച്ച് റെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എന്ത് സംശയങ്ങളും മറ്റുള്ള എൻക്വയറീസും ഉണ്ടെങ്കിൽ നമ്മൾ DPM മുഖാന്തരം BCമാർ മുഖാന്തരം നമ്പർ കൈമാറുന്നതാണ്. നേരിട്ട് വിളിച്ച് എല്ലാ ക്ലാരിറ്റി വരുത്താം. അപ്പോൾ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റിലെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പറും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ലീൻ ഓർഗനൈസേഷന്റെ ആരെങ്കിലും ഉണ്ടോ? അതൊരു എമർജൻസി കെയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 5 മാസത്തെ കോഴ്സാണ് നിലവിലുള്ള എമർജൻസി കെയർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു കോഴ്സും കൂടെയാണ്. പിന്നെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ കോഴ്സുകളാണ് ഞാനിപ്പോ എടുത്ത് പറയുന്നത്. മാഡം, നമുക്കൊരു ഐഡിയ ചെയ്യാം. അലീപ്പ് എന്ന് പറയുന്ന എക്സ്ക്യൂസ് മീ മാഡം, നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ മാഡം പറ്റുകയാണെങ്കിൽ ബ്രൗഷർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. നമുക്കിനി ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂറിന് മേലെ ആയിപ്പോ നമ്മളിത് സൂം കട്ടാവും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രൗഷർ തരാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പല ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്യാം. ബ്രൗഷർ ഞാൻ ഈ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഒരു വെബിനാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇനി ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്ന നമുക്ക് എല്ലാ എൻക്വയറി ഈ പറയുന്നതെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. ആ രീതിയിൽ അപ്പൊ ഒരു അങ്ങനെ ഒരു ഇൻഫർമേഷൻ താഴേക്ക് പാസ് ആവുമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ കുറച്ചധികം പേരുണ്ട്, 150 ചില പേരുണ്ട്. ഇപ്പൊ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടായിരുന്നു. ഇവിടെ പങ്കെടുത്ത ആളുകൾ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു ട്രെയിനിങ് സെന്ററിന്റെ സ്റ്റാഫ് നമ്മൾ കൂട്ടിച്ചേർത്തു. ഇത് ഗ്രാമീണ മേഖലയിലുള്ള കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചില്ലായിരുന്നു. ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു കോഴ്സ്. കാരണം ഇത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിൽ മുനിസിപ്പൽ ഏരിയയിലുള്ള അഡ്രസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇത് പറ്റില്ല, ഈ കോഴ്സിലേക്ക് വരാനായിട്ട് പറ്റില്ല. അതാണ് ഒരു കാര്യം, ഞാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്, നമുക്ക് ഉന്നതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഇതിന്റെ ഭാഗമായി സെയിം തന്നെയാണ്. അതിനകത്ത് ഈ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച MGNREGSന്റെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ സൈറ്റിനകത്ത് പേരുണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ. ഉന്നതി ഒരു സൈറ്റ് ഉണ്ട്, അതിനകത്ത് ആ കുട്ടികളുടെ പേരുണ്ടെങ്കിൽ ഈ 90 ദിവസം വരെയുള്ള കോഴ്സ് ഇവർക്ക് ഒരു ദിവസം എത്രയാണോ അവരുടെ 331 രൂപയാണ് ഇവരുടെ തൊഴിലുറപ്പിന്റെ കൂലിയെങ്കിൽ അത് 90 ദിവസം വരെ ഇവർക്ക് ഈ കുട്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയും എമൗണ്ട് ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരും. അറ്റൻഡൻസ് മസ്റ്റ് ആണ് എന്നുള്ളതാണ് അതിനകത്തൊരു പറയാനുള്ള ഒരു കാര്യം. അപ്പൊ അതും കൂടി ഇതിന്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അവസാനിക്കാം.
ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ചോദിക്കാം. അപ്പോൾ അവർ മറുപടി പറയുന്നതായിരിക്കും. 1 മണിക്കൂറിന് മേലെയായിട്ട് വിനീത മാഡം ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് വിവരിച്ചു തരികയായിരുന്നു. പ്രത്യേകിച്ച് പലർക്കും, ഞാനടക്കമുള്ള പലർക്കും ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. മാഡം തന്നെ പറഞ്ഞൊരു മൊബിലൈസേഷൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു അറിവ് കിട്ടുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരു എന്താ പറയുക, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്ന രീതിയിലും ഒപ്പം തന്നെ മാഡത്തിൻ്റെ കെയർ ഓഫിലാണ് ഓരോ കോഴ്സ് ചെയ്യുന്നവരുടെ, അതായത് കോർഡിനേറ്റേഴ്സ് അവരവരുടെ സെൻട്രലിലെ കോഴ്സിനെ കുറിച്ചും ഏറ്റവും ഷോർട്ടായിട്ട് വിവരിച്ചു. അത് ഉപകാരപ്രദമായിരുന്നു. ഡീറ്റെയിൽസ് നിങ്ങൾ കുറച്ചും കൂടി തരികയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ഈ ഏരിയയിൽ ഒന്ന് മൊബിലൈസ് ചെയ്യാം. പിന്നെ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ആരുടെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ തരികയാണെങ്കിൽ ആ കോൺടാക്ട് നമ്പറുകൾ വെച്ചുകൊണ്ടുള്ള ബ്രൗഷർ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വിളിക്കുമ്പോഴും ഞങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റിക്കോളുന്നില്ല. അതായത് ജോമിയുടെയോ അല്ലെങ്കിൽ വിനീത മാഡത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ. ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ വിലയേറിയ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ച് വെബിനാറിന് പങ്കെടുത്തതിന്, ഞങ്ങൾക്ക് ഇത്രയും അറിവ് പകർന്നു തന്നതിന് വിനീത മാഡത്തിനും ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ കോർഡിനേറ്റേഴ്സിനും, ഒപ്പം തന്നെ ജോമിയാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു തന്നത്. ഇങ്ങനെ പറയാനിരിക്കായിരുന്നു, ജോമിയാണ് ഇങ്ങനെ ഒരു അവസരം അച്ഛനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത്. ഞാൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത് ജോമിയാണ്. അപ്പോ ഇങ്ങനൊരു നമുക്ക്, കാരണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചും PAസിനെ സംബന്ധിച്ചും കുറച്ച്, അവർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൈനോറിറ്റി കാറ്റഗറിയിലേക്ക് ഞങ്ങൾക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഇൻഫർമേഷൻ താഴെ തട്ടിലേക്ക് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളാണെങ്കിൽ കൂടിയും ഇതൊരു വലിയൊരു അവസരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് അച്ഛനായിട്ട് സാധാരണയുള്ള ഒരു നന്ദി സൂചിപ്പിക്കുകയാണ്. ജോമി ഒന്ന് സംസാരിക്കൂ. ഓക്കെ അച്ഛാ, നൗജിൻ അച്ഛാ, അപ്പോൾ പ്രത്യേകം നന്ദി. നമുക്ക് നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്ക് PAകളും അതുപോലെ നമ്മുടെ ജില്ലാ പ്രോഗ്രാം മാനേജർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നമുക്കൊരു സമയപരിധി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നൗജിൻ അച്ഛനും അതുപോലെ ജിബിൻ അച്ഛനും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ഷെയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒത്തിരി നന്ദി എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.